ലോകം മുഴുവൻ ഇപ്പോൾ ഒരു അശാന്തിയുടെ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടു, അതും ഈ റംസാൻ നാളുകളിൽ. ഇത് വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറും. വലിയ അശാന്തിയുടെ ചില ദിനങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം തന്നെ ഉണ്ടായിരിക്കുന്ന പ്രൊട്ടസ്റ്റുകൾ വളരെ വലുതാണ്. ഇതൊരു സമാധാനത്തിൻ്റെ നാള്, റംസാൻ്റെ നാള്, പുണ്യനാള്. ഈ സന്ദർഭത്തിൽ ഒരു ആത്മീയ നേതാവ്, അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മരണശേഷം അത് പെട്ടെന്ന് ആർക്കും ഫീൽ ചെയ്യില്ല. പെട്ടെന്ന് ചിന്തിക്കുന്നത് ഒരു ആത്മീയ നേതാവിൻ്റെ, ഇസ്ലാമിക ആത്മീയ നേതാവിൻ്റെ ഇത്തരമുള്ള ഒരു വധമെന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ചതി കൊല എന്നുകൂടെയാണ് പലരും വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ഷിയാകളിൽ വലിയൊരു വിഭാഗം. കാരണം അദ്ദേഹം അത്ര ഈസിയായി ലഭിക്കുന്ന ഒരു ടാർഗറ്റ് അല്ല. പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെയും ഒരു സ്പൈ വർക്ക്, അത് കൃത്യമായി അദ്ദേഹം എവിടെയുണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതും പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ കഴിഞ്ഞതും, മിസൈൽ അറ്റാക്ക് നടത്താൻ കഴിഞ്ഞതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ഒരു ഡൈവേർഷൻ അല്ലെങ്കിൽ ഒരു ചതിക്ക് വേണ്ട കരുക്കൾ ഒരുക്കിയിരുന്നു എന്ന് ഷിയ വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടെ ഇപ്പോൾ ഒരു യുദ്ധത്തിനുള്ള ഒരു സന്നാഹം ഒരുങ്ങിയെങ്കിലും, ഒരു ഭീഷണി നിർത്തിയെങ്കിലും, ഒരു സമാധാനത്തിൻ്റെ കരാർ ജനീവയിൽ എവിടെയോ ജനിക്കുന്നു. ഒമാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളുന്നു. UN നിന്നും US നിന്നും എക്സ്പേർട്ടുകൾ വരെ വന്ന് ഇവരുടെ താവളങ്ങൾ പരിശോധിക്കുന്നു, ഇനിയും പരിശോധിക്കാനിരിക്കുന്നു. അണുവായുധങ്ങളൊന്നും അവിടെ നിർമ്മിക്കുന്നില്ല എന്ന് തങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു അറ്റാക്ക് വരുമെന്നൊരു പക്ഷേ ഇറാൻ ഭരണകൂടം അത്രയധികം കരുതിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വരുമോ എന്നും അവർക്ക് സംശയമുണ്ടായിരുന്നു എന്നെങ്കിലും മിനിമം കരുതണം. കാരണം ഇന്നലെ രാവിലെ സാധാരണഗതിയിൽ ഇത്തരം അറ്റാക്കുകളൊക്കെ രാത്രിയാണ് ഉണ്ടാവാറ്, അല്ലെങ്കിൽ വെളുപ്പം കാലത്താണ് ഉണ്ടാവാറ്. കാരണം എല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു നീക്കമല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല. ഓഫീസുകളൊക്കെ തുറന്ന് ഏതാണ്ട് 10-10:30 ശേഷം എല്ലാവരും അവരുടെ ഓഫീസ് റൂമിൽ വന്ന് പട്ടാപ്പകൽ ഡെസ്കിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ സൈനിക മേധാവികൾ, ആർമി, പ്രതിരോധ നേതാക്കൾ, മന്ത്രി അല്ലെങ്കിൽ സെക്രട്ടറി, ഇങ്ങനെയുള്ളവരെല്ലാം സേനാ മേധാവികളൊക്കെ നിരന്നു കഴിയുമ്പോൾ ആ സന്ദർഭത്തിൽ വേണം ടെഹ്റാനിൽ അത്ര ഒരു ആക്രമണം നടത്താൻ എന്ന് US-ഉം ഇസ്രയേലും തയ്യാറായി നിന്നിരുന്നു. അതുകൊണ്ടാണ് ഖമേനിയെ അടക്കമുള്ളവരെ വധിക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ അയത്തുള്ള അലി ഖമേനിയെ അവർ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറ്റിയേനെ. ഇപ്പം അങ്ങനെ ഒരു പെട്ടെന്നൊരു സാവകാശം കൊടുത്തില്ല, അങ്ങനെ ഒരു സൂചനയും കൊടുത്തില്ല. ഇപ്പം ഞങ്ങൾ അടിക്കും എന്നൊരു സൂചന വന്നില്ല. ഒരു സൈഡിൽ സമാധാന ചർച്ചകൾ ജനീവയിൽ നടക്കുന്നു. ഇനി ന്യൂക്ലിയർ ബോംബിൻ്റെ സാധ്യതകളുണ്ടോ എന്ന് പഠിക്കാനായിട്ട് UN-ൻ്റെയും US-ൻ്റെയും ടീമുകളൊക്കെ വരാനിരിക്കുന്നു. ചിലത് ഓൾറെഡി പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ടൈറ്റ് സിറ്റുവേഷൻ സൃഷ്ടിച്ച് ഇറാനെ പ്രതിരോധത്തിലാക്കുമെന്നതിനപ്പുറം ഒരു വലിയ അറ്റാക്ക് ഉണ്ടാകുമോ എന്ന് അവർ കരുതിയിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയത്തുള്ള അലി ഖമേനിയുടെ ആ ഹെഡ് ക്വാർട്ടേഴ്സ് വളരെ സജീവമായിരുന്നു. പക്ഷേ എന്നിട്ട് തന്നെ അവിടെ 30-35 ഇടയ്ക്ക് ബോംബുകൾ വർഷിച്ചു എന്നാണ് പറയുന്നത്. മിസൈലുകൾ വർഷിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ സഹിതമുള്ള സാധനങ്ങൾ വർഷിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇനി അണ്ടർഗ്രൗണ്ടിൽ എങ്ങാനുമാണ് അദ്ദേഹം നിലകൊള്ളുന്നതെങ്കിൽ അവിടെയും ചെന്ന് തട്ടണം. ആ വിധത്തിലാണ് അത് സജ്ജീകരിച്ചത് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇറാൻ അത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല. ടെഹ്റാനിൽ അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ ഈ ബോംബാക്രമണം, പ്രത്യേകിച്ച് പകൽ സമയത്തുണ്ടായത്, ഓഫീസിൽ ഡെസ്കിൽ സജീവമായിരുന്ന മിലിറ്ററി ഉന്നതന്മാരെയും പിന്നെ ഇൻ്റലിജൻസ് വിഭാഗത്തിലെയും ഒക്കെ ഉള്ളവരെ, ടോപ്പായിട്ടുള്ള ഒരു 40 പേരെയാണ് ഒന്നിച്ച് തട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു റെജീം മാറ്റത്തിനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നാണ് US കരുതുന്നത്. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഇറാൻ കൊടുക്കുന്ന പാഠം. കാരണം തങ്ങളുടെ ക്ലർജിമാരുടെ ഗ്രൂപ്പിൽ തന്നെ ആത്മീയ നേതാക്കളുടെ ഒരു നിര തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. 5-8 ലെയർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററിയിലും സീക്രട്ട് വിഭാഗത്തിലും ഒക്കെ ആ ലെയർ കറക്റ്റായിട്ടുണ്ട്. അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ നേതൃത്വം,
ഇതെല്ലാം അവർ ഒരു ഹൈറാർക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കത് അത്ര പെട്ടെന്ന് കീഴടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ വയ്യ. ഇപ്പം തന്നെ ഈ മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ ആയത്തുള്ള മെജ്തബ ഖമേനിയെ അവർ ഇപ്പം തന്നെ അനൗദ്യോഗികമായി ആത്മീയ നേതാവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ സെറിമണിയൊക്കെ ഈ ദുഃഖാചരണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളായിരിക്കും. പക്ഷേ അതിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് കീഴടങ്ങി കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ അമേരിക്കയും ഇസ്രയേലും അതിനാണ് എത്രയും പെട്ടെന്ന് ഒരു റെജീം ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം തങ്ങൾക്കും ഉണ്ടാകും, ലോകരാഷ്ട്രങ്ങൾക്കും ഉണ്ടാകും, പ്രത്യേകിച്ച് മധ്യേഷ്യയിലെ മറ്റു രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവർ ഇറാനിൽ നിന്നും നിരന്തരം ഓരോ കൊമേഴ്സ്യൽ സെൻറ്ററിലേക്ക്, ആദ്യം അവർ UN മിലിറ്ററി ബേസിലേക്കാണ് ആക്രമിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അത് മാറിയിട്ട് ഇപ്പം ഖത്തറിൻ്റെയും കുവൈറ്റിൻ്റെയും ഒമാൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളിലേക്ക് അവർ, പ്രധാനപ്പെട്ട കൊമേഴ്സ്യൽ കേന്ദ്രങ്ങൾ, അതുപോലെ ദുബായിലേക്ക്, ബുർജ് ഖലീഫയിലേക്ക് വരെ അവർ ഇപ്പോൾ മിസൈലുകൾ വർഷിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ലോകത്ത് മൊത്തത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇറാന് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇക്കാര്യത്തിൽ? ഇറാൻ അടങ്ങിയിരിക്കാൻ വഴിയില്ല. കാരണം ഒരു റെജീം കൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. സീരീസ് ഓഫ് റെജീം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീരീസ് ഓഫ് ആർമി ചീഫ്, സീരീസ് ഓഫ് ഇൻ്റലിജൻസ് ചീഫ്, ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആ ഒരു നെറ്റ്വർക്ക് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് വെനസ്വേലയിൽ നടന്നതുപോലെ ഒരു പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ട് അവർക്കവിടെ ഭരണം പിടിച്ചടക്കുക ഇറാനിൽ എളുപ്പമല്ല എന്നുള്ളത്. ഇത് വരും കാലങ്ങളിൽ ട്രംപിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ലോകം വീക്ഷിക്കുന്നത്. ഇനി വേറൊരു കാര്യം നമുക്കറിയാം, നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയിട്ട് തിരികെ എത്തിയതേ ഉള്ളൂ. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് നടന്നത്. അതൊരു വലിയ ചതിയായിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏത് ഈ ഇസ്രായേലിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചതും അവിടെ എത്തിയതും ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഒന്ന് മയപ്പെടുത്തി നിർത്താനായിട്ട് ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നു എന്ന് കരുതണം. പക്ഷെ ഒരിക്കലും അവർ ആ സീക്രട്ട് അദ്ദേഹത്തിന് പകർന്നു കൊടുത്തതായിട്ട് അറിയാനും വഴിയില്ല. പക്ഷെ മോദിയുടെ ആ സന്ദർശനം മറ്റ് ലോകരാഷ്ട്രങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാനിടയാകും. തീർച്ചയായിട്ടും ഇന്ത്യക്കകത്തും പുറത്തും അത്തരം ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുമെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് അത്തരം ഒരു സൂചന അവർ നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. കന്ദഹാർ പോർട്ടിൽ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പരിപാടികളായി കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. നമുക്കവിടെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ട് ഇന്ത്യയെയും നരേന്ദ്രമോദിയും ഒന്ന് തണുപ്പിച്ച് നിർത്തണമെന്ന് ഒരുപക്ഷെ ട്രംപിൻ്റെയോ അല്ലെങ്കിൽ US-ൻ്റെയോ ഒരു തന്ത്രം. ട്രംപ് വിളിച്ചാൽ പോവില്ലെന്നറിയാം. നരേന്ദ്രമോദിന് ഒരിക്കലും ട്രംപ് വിളിച്ചാൽ അവിടെ പോവില്ലെന്നറിയാം. അപ്പോൾ പിന്നെ വിളിക്കാൻ നെതന്യാഹുവാണ് പറ്റിയ ആൾ. നെതന്യാഹുവിനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ച് ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കിയോ എന്നും സംശയിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു സൗഹൃദ ചതിയായിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കും. ഒരുപക്ഷെ വിളിച്ച് വരുത്തി ഒരു അവാർഡുമൊക്കെ കൊടുത്ത് സംതൃപ്തനാക്കി, ഞങ്ങൾക്ക് വിഷമമുള്ളപ്പോഴൊക്കെ നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് ടെററിസത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് പോരാടണം എന്നൊക്കെ പെരിഫറലായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ ഉണ്ടാക്കി അദ്ദേഹത്തിനെ യാത്രയാക്കി ഉടൻ തന്നെ അടിയും തുടങ്ങി. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏത് വിധത്തിലാണത് ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്നും ഇനി വരുന്ന കാലങ്ങളിൽ നമുക്കൊരു ചോദ്യചിഹ്നമാണ്. ഇന്ത്യയുടെ റെസ്പോൺസ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്ത്യയുടെ റെസ്പോൺസ് ഈ ഖമേനിയുടെ മരണത്തെക്കുറിച്ചോ കൊലയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ ഭാഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചോ ഒന്നും ഇന്ത്യ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.